കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസ് ഖണ്ഡനങ്ങൾക്കുള്ള മറുപടി എന്നൊരു പരമ്പര ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇവാഞ്ചലിസ്റ്റ് ES തോമസിനും ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാമിനും ഉള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ബ്രദറൻ സഭാ വിശ്വാസത്തിലെ അറിയപ്പെടുന്ന പ്രമുഖരായ രണ്ട് ഉപദേഷ്ടാക്കന്മാരും ആധികാരികമായി തിരുവചനം പഠിപ്പിക്കുന്നവരുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നു, രണ്ടുപേരെയും ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ ഇവർ ഇരുവരും എനിക്കും ദ ഗേറ്റ് മിനിസ്ട്രീസിനും എതിരായി, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ പ്രസിദ്ധമാക്കപ്പെടുന്ന കർത്താവിന്റെ കാൽവറിയിലൂടെ തുറന്ന രക്ഷാ പദ്ധതിക്കും എതിരായി പ്രസംഗിക്കുകയും പല വീഡിയോകൾ ചെയ്ത് അതിനെ റെഫ്യൂട്ട് ചെയ്യുവാൻ, അതിനെ ഖണ്ഡിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായി. അവര് ഏകദേശം ഒരു ഡസനിലധികം വിഷയങ്ങൾ ഖണ്ഡിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് അവരുടെ വീഡിയോയിൽ കൂടെ തന്നെ എനിക്ക് മനസ്സിലാകുവാനിടയായി. എന്നാൽ പ്രാരംഭമായിട്ട് അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ എന്താണ് പറയുന്നത് എന്നൊരു വ്യക്തത അവർക്ക് ലഭിച്ചിട്ടില്ല എന്നെനിക്ക് മനസ്സിലായതിനാൽ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊടുത്തിട്ട് ഈ ഒരു സംവാദത്തിലേക്ക്, ഈ ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദ ഗേറ്റ് മിനിസ്ട്രീസ് 2019 പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും ഇന്ന് 125-ലേറെ ചർച്ചുകളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുകയും 56,000-ലേറെ വിശ്വാസികൾ അനുദിനം യൂട്യൂബിലൂടെ നമ്മളെ ഫോളോ ചെയ്യുകയും അനേക പുതിയ വിശ്വാസികൾ അനുദിനം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വിഭാഗമാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ്. പുതുതായിട്ട് കടന്നു വരുന്ന പല വിശ്വാസികളും എന്നോട് ചോദിക്കാറുള്ള ഒരു കോമൺ ചോദ്യമുണ്ട്. അതിതാണ്, ബ്രദർ, എന്തുകൊണ്ട് ഈ വിഷയം ഇത്ര ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു എലിമെന്ററി ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബൈബിളിൽ ഇത് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ക്രിസ്ത്യൻഡത്തിന് ഇത് ഇത്ര നാളും മറഞ്ഞിരുന്നു? എന്തുകൊണ്ട് ജനത്തിന് ഈ സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയി? എന്തുകൊണ്ട് ഇത് പ്രസിദ്ധമാക്കപ്പെടാതെ പോയി എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയാണ് ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പരമ്പര. ഇതൊരു പരമാർത്ഥമായ ദൈവിക സത്യമാണ്. ഈ സത്യത്തിനെതിരായിട്ട് ഇത് വെളിയിൽ വരാതിരിക്കുവാൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ തുറന്ന ആ രക്ഷണ്യ പദ്ധതി ലോകം അറിയാതിരിക്കാൻ ഇതിന്റെ പിന്നിൽ വളരെ സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ഈ സത്യസുവിശേഷം പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ എനിക്കെതിരായിട്ട് പോരാട്ടമുണ്ട്. വിശേഷാൽ കഴിഞ്ഞ 3 ആഴ്ചയിൽ ഏകദേശം 12 വീഡിയോകൾ ഞങ്ങളിലൂടെ പറയുന്ന ഈ സുവിശേഷത്തിനെതിരായി പ്രമുഖരായ പലരും ചെയ്യുവാനിടയായി. അതിൽ 4 എണ്ണം ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാമിന്റെ വകയും 2 എണ്ണം ഇവാഞ്ചലിസ്റ്റ് ES തോമസിന്റെ വകയും മറ്റ് 6 വീഡിയോകൾ ഇതര പെന്തക്കോസ്ത് പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, അവരുടെ പ്രൊമോട്ടേഴ്സിന്റെ വകയായിട്ടും വരുവാനായിട്ടിടയായി. ഞാൻ ഈ പെന്തക്കോസ്റ്റൽ സൈഡിൽ നിന്നും വന്നിട്ടുള്ള അവരുടെ ആ പ്രതികരണങ്ങൾക്ക് മറുപടി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അവര് ഞാൻ പറയുന്നതിനെ കേൾക്കുകയോ പറഞ്ഞ വിഷയത്തിന് മറുപടി പറയുകയോ അല്ല, മറിച്ച് അതിനെ അടച്ചാക്ഷേപിക്കുക എന്നൊരു പോളിസിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരൊക്കെയും നമ്മളെ ആക്ഷേപിക്കുന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനാൽ ഞാൻ അവർക്കൊരു മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കൂടാതെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ ജനം, അവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് പ്രസിദ്ധമാക്കുവാൻ ഞാൻ എന്നാലാവോളം അധ്വാനിക്കുമ്പോൾ അതിലുപരിയായി എന്തെങ്കിലും എനിക്ക് ലഭിക്കുമെന്നോ, എന്നെ അവർ ആദരിക്കുമെന്നോ, ഞാൻ ഈ പറയുന്നതിനെ അംഗീകരിക്കുമെന്നോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം അവർക്കൊരു മറുപടി കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല, രണ്ടാമത്തെ കാരണം, അവർക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ എന്തോ അവർക്ക് ഈ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഞാൻ എന്നെ തന്നെ ഒരു LKG UKG ലെവലിലോട്ട് ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വരും. കാര്യം നമ്മൾ പറയുന്ന ഒരു വിഷയമേ അല്ല അവര് ഇതിനെ തിരിച്ച് ഖണ്ഡിക്കുവാനായിട്ട് വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ ഇടയിൽ ഏതെങ്കിലും കാലത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സെൻസിബിൾ ആയിട്ട് ഉത്തരവാദിത്വത്തോട് ഇതിനൊരു മറുപടി പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നതായിരിക്കും എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. തൽക്കാലം ഞാൻ ഇവാഞ്ചലിസ്റ്റ് ES തോമസിലും ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാമിലും നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2019 ഈ മഹൽ സത്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ മഹൽ സുവിശേഷം ഓൺലൈനിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിതാണ്, അധികം താമസമില്ലാതെ ഏതെങ്കിലും ബ്രദറൻ ഉപദേഷ്ടാക്കന്മാര് ഇത് ശ്രദ്ധിക്കും,
അവർക്ക് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാകും, അവരിതിനെ ഉൾക്കൊള്ളും, അവരിത് വിശ്വസിക്കും, അവർ ചേർന്ന് ഇത് പ്രൊമോട്ട് ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 6 വർഷത്തിന് ശേഷം അവരിൽ ഉപദേഷ്ടാക്കന്മാരായ ബഹുമാന്യനായ ഇവാഞ്ചലിസ്റ്റ് ES തോമസും ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാമും ഒക്കെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവര് അല്പം പോലും ക്ഷമയില്ലാതെ ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഇതിനെതിരെ തിരിയുകയും ഇതിനെ റെഫ്യൂട്ട് ചെയ്യുവാനായിട്ട് അനേക വീഡിയോകൾ ചെയ്യുവാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സാരമായ പ്രയാസം ഉണ്ടായെങ്കിലും ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടുന്നില്ല. കാരണം ഞാൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ തുറന്ന ഒരു രക്ഷണ്യ പദ്ധതിയും ആ ക്രൂശിന്റെ മഹത്വവും എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് പവർഫുൾ ആണ്. അത് പ്രാണനെയും അത് ആത്മാവിനെയും സദ്യമജ്ജകളെയും തുളച്ചു ചെല്ലുന്നത്, വിടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതുമായ തിരുവചനമാണ്. അതിനെ എത്ര പുറത്തു വരാതിരിക്കാൻ, എത്ര അടച്ചു പൂട്ടി കെട്ടുറപ്പുള്ളതാക്കാൻ ശ്രമിച്ചാലും, എത്ര റോമൻ ഇമ്പീരിയൽ മുദ്രയിട്ട് പട്ടാളത്തെ കാവൽ നിർത്തി അത് വെളിയിൽ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്താലും ഒരു ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് പുറത്തു വരും. അത് എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കല്ലറകളെയും ഭേദിച്ച് ഒരു ദിവസം അത് വെളിയിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ തുറന്നിരിക്കുന്ന ഒരു രക്ഷണ്യ പദ്ധതിയുടെ സുവിശേഷമാണ് ഞാൻ ഈ ചാനലിൽ കൂടി പ്രസിദ്ധമാക്കുന്നതും ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ ഞങ്ങൾ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ അനേകര് നമ്മളോടൊപ്പം ചേർന്ന് ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നത് പോലെ അധികം താമസവിന ഇവർക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ വളരെ പ്രതീക്ഷയോടെ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇവാഞ്ചലിസ്റ്റ് ES തോമസ് ആദ്യമായിട്ടാണ് അദ്ദേഹം നമ്മുടെ വീഡിയോകൾ ശ്രദ്ധിക്കുന്നത് എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലായി. ബ്രദറൻ വിശ്വാസത്തിലെ പടനായകന്മാരിൽ ഒരാളായ ഒരു ഉപദേഷ്ടാവായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ES തോമസ്, അദ്ദേഹം ഈ വിഷയം കേട്ട് കഴിയുമ്പോൾ കാള പെറ്റു എന്ന് കേട്ടപ്പോഴേ കയറെടുക്കണം എന്ന് പറയുന്ന ഒരു പോളിസി പോലെ എന്താണെന്ന് അറിയത്തേയില്ല, ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് 13 വിഷയങ്ങളെ ഖണ്ഡിക്കുവാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത് അല്പം തിടുക്കം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ വീഡിയോകൾ പലതും ശ്രദ്ധിച്ചു, പലതും കണ്ടു. കൂടാതെ ബൈബിൾ ഒരു വിശാല വീക്ഷണം എന്ന നമ്മുടെ ഒരു ബുക്ക് വാങ്ങി അദ്ദേഹം അത് വായിച്ചു. ഏകദേശം ഒരു ധാരണയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം നമുക്കെതിരായിട്ട് ഖണ്ഡനങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ഒരു വിഷയമുണ്ട്. ഏകദേശം ഒരു എലിമെന്ററി ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നത്. A to Z കാര്യങ്ങൾക്ക് ബൈബിൾ റെഫറൻസ് എടുത്ത് കാണിച്ചിട്ടാണ് ഓരോ വിഷയങ്ങളും ജനസമക്ഷം ഞങ്ങളിത് അവതരിപ്പിക്കുന്നതും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും. ഈ ബൈബിൾ ഒരു വിശാല വീക്ഷണമെന്ന് ഞങ്ങൾ എഴുതിയിരിക്കുന്ന ആ പുസ്തകം അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം മനസ്സിലാകും നമ്മൾ എന്താണ് പറയുന്നതെന്ന്. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഈ ബ്രദർ PM എബ്രഹാമിന് എന്തുകൊണ്ട് നമ്മൾ ഇതുവരെയും പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ഇവരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നതും അവരുടെയൊക്കെ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഒക്കെ അവർക്കുള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദർ PM എബ്രഹാം, ബ്രദർ ES തോമസ് ഇവർക്കുള്ള മറുപടി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ പാർട്ട് 5 വരെ 5 വീഡിയോകളിലായിട്ട് പ്രാരംഭമായിട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പറയുന്ന ഈ ദൈവവചന സത്യങ്ങളെ തിരുവചന വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ആത്മീക ധൈര്യം, ആത്മീക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ദയവായി അടുത്തു വരുന്ന 5 വീഡിയോകൾ ശ്രദ്ധിച്ചതിന് ശേഷം, അത് കണ്ടതിന് ശേഷം പ്രതികരിക്കുവാൻ ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. അടുത്തു വരുന്ന പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പാർട്ട് 5 വരെയുള്ള വീഡിയോകൾ കാണുക. എന്നിട്ട് അതിനൊരു മറുപടി തിരുവചന വെളിച്ചത്തിൽ പറയുക. ഈ ചലഞ്ചസ് നമ്മൾ വയ്ക്കുന്നത് പൊതുജന സമക്ഷമാണ്. പൊതുജനം നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് മറക്കണ്ട. അതുകൊണ്ട് എൻ്റെ വീഡിയോകൾ ശ്രദ്ധയോട് കേട്ടിട്ട് അതിന് ആത്മീക ഉത്തരവാദിത്വത്തോട് ഒരു മറുപടി പറയുവാൻ ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുക. സെൻസിബിൾ ആയിട്ട് അതിന് മറുപടി പറയുമെന്നും നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ആ കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിന് റെസ്പോണ്ട് ചെയ്യുകയും അതിനൊരു മറുപടി പറയുകയും ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനായിട്ട് നിങ്ങളെ അഡ്വാൻസ് ആയിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അടുത്ത് വരുന്ന 5 വീഡിയോകൾ അതിലെ നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച 12 വിഷയത്തിലെ ആദ്യത്തെ 5 വിഷയങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലെ പാർട്ട് 1 വീഡിയോയിൽ വരാൻ പോകുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ആരംഭ ദിനം അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് നാളിൽ അല്ല എന്നുള്ള വിഷയമാണ്. നിങ്ങൾ അതിനെ ശാന്തമായിട്ട് കേൾക്കുക.
കാള പെറ്റു എന്ന് കേട്ടപ്പോഴേ കയറെടുക്കാൻ ഒരുങ്ങാതെ ഒന്ന് ശാന്തമായിട്ട് അത് കേട്ടതിന് ശേഷം അതിന് മറുപടി പറയുക. പാർട്ട് 2, രണ്ടാമത്തെ വീഡിയോ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ രക്ഷാമാർഗം, അതിന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ അല്ല. മൂന്നാമത്തെ വീഡിയോ, ക്രിസ്തീയ മഹാദൗത്യം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ, അത് മത്തായി 28-ലോ മർക്കോസ് 16-ലോ അപ്പോസ്തല പ്രവൃത്തികൾ 2-ലോ അല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന ക്രിസ്തീയ സഭയുടെ മഹാദൗത്യം പറഞ്ഞിരിക്കുന്നത് മത്തായി 28-ലുമല്ല, മർക്കോസ് 16-ലുമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 2-ലുമല്ല എന്നൊരു വീഡിയോ ആണ്. ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. നിങ്ങളുടെ മറുപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് അതിൽ എന്തും മനസ്സിലാകുന്നു, തിരുവചനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് ഞാൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നാലാമത്തെ വീഡിയോ, യഹൂദിയ രക്ഷാപദ്ധതിയും ക്രിസ്തീയ രക്ഷാപദ്ധതിയും രണ്ടും 2 ദൈവിക പദ്ധതികളും 2 ദൈവിക വിളിയുമാണ്. അതിനെ യഹൂദിയ മാർഗവും ക്രിസ്തീയ മാർഗവും അത് രണ്ടും 2 പദ്ധതിയാണെന്ന് ആ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അഞ്ചാമതായിട്ട്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ രക്ഷാ പദ്ധതിയിൽ ജലസ്നാനത്തിന് ഒരു പങ്കുമില്ല എന്ന് ഞാൻ പറയുന്ന ഒരു വീഡിയോ ആണ്. അതിനെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ശാന്തമായിട്ട് കേട്ടതിന് ശേഷം ഈ 5 വീഡിയോകൾക്കും പ്രാരംഭമായിട്ട് നിങ്ങളുടെ മറുപടി കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ 2 ദിവസം ഇടവിട്ട് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഈ വീഡിയോകളെല്ലാം തന്നെ റിലീസാവും. നിങ്ങൾ അതിനെ ശാന്തമായിട്ട് കാണുവാനും അടുത്ത ഒരു 10 ദിവസം ഇതിനായിട്ട് വേർതിരിക്കുവാനും ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോട് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുക. ട്രഡീഷനും പിതാക്കന്മാരുടെ പാരമ്പര്യവും ഒക്കെ വിട്ടിട്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഞാൻ ഓർപ്പിക്കുക. ഒരു ട്രഡീഷനും ഇവിടെ നമുക്ക് വേണ്ട. ഒരു മഹാന്മാരുടെയും ഒരു പണ്ഡിതന്മാരുടെയും ബുക്കിന്റെ റെഫറൻസുകളും ഇവിടെ ദയവായിട്ട് ഉപയോഗിക്കരുത്. ജസ്റ്റ് യൂസ് ദ ബൈബിൾ. കർത്താവിന്റെ തിരുവചനം ഇതിന്റെ വെളിച്ചത്തിൽ വേണം, ഈ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം നിങ്ങളുടെ മറുപടികൾ കേൾക്കുവാൻ. കാര്യം ഈ തിരുവചനമാണ് നമ്മളെ രക്ഷിക്കുവാനായി ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന സത്യസുവിശേഷം. ഇതിന്റെ വെളിച്ചത്തിൽ മാത്രമായിരിക്കും. വേറെ ഒരു ബുക്കുകളും ഒരു ട്രഡീഷനും ഒരു സമ്പ്രദായവും ഇവിടെ ഉപയോഗിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. ഇത് ദൈവവചനവും ദൈവിക പദ്ധതിയും വെളിപ്പെടുവാൻ ദൈവം തുറന്നിരിക്കുന്ന ഒരു മുഖാന്തരമായിട്ടും ഞാൻ കാണുന്നു. വളരെ പോസിറ്റീവായിട്ട് ഞാൻ അതിനെ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവചന വെളിച്ചത്തിൽ നിന്നും മാത്രം ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. വി പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിലാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ട് ആയിട്ട് വാനമേഘങ്ങളിൽ കർത്താവിനോടൊപ്പം ചേരുകയും നിത്യം സ്വർഗത്തിൽ വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്തീയ വിളി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് ഞങ്ങളുടെ സുവിശേഷം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ബട്ട് ഇഫ് അവർ ഗോസ്പൽ ബി ഹിഡ്, ഇറ്റ് ഈസ് ഹിഡ് ടു ദം ദാറ്റ് ആർ ലോസ്റ്റ്. ആർക്കെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ, അവർക്ക് ഇത് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈ സുവിശേഷത്തിൽ കൂടി നമ്മളെ അറിയിക്കുകയാണ്. അതിന്റെ 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ആരാണ് ഈ അവിശ്വാസി? ആരാണ് ഈ ലോകത്തിന്റെ ദൈവം? എന്താണ് ഈ തേജസ്സുള്ള സുവിശേഷം? ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ക്രിസ്തണ്ടത്തിന് അജ്ഞമായിരിക്കുക. അനേകർക്ക് അറിയത്തില്ല. ഒട്ടുമുക്കാലും പേര് 99% ജനവും വിശ്വസിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് ഈ കാര്യമെല്ലാം അറിയാം, ഈ വചനം പറയുന്നത് ഏതോ അവിശ്വാസികളോടാണ് എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇന്ന് ക്രിസ്തണ്ടത്തിൽ 99% വിശ്വാസികൾക്കും അവര് അവിശ്വാസികളാണെന്ന് അറിയത്തില്ല. അവർക്ക് എന്താണ് വിശ്വസിക്കേണ്ടതെന്നേ അറിയത്തില്ല. എന്നാൽ അവർ വിശ്വാസികളാണെന്നുള്ള ഒരു മൂഢ സ്വർഗത്തിൽ അവരായിരിക്കുകയാണ്. ഈ വചനം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച് വായിക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. എന്താണ് ഈ തേജസ്സുള്ള സുവിശേഷം? ആർക്കാണ് ഇത് ആരുടെ മനസ്സാണ് കുരുടായിരിക്കുന്നത്? ആരാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്? ഈ ലോകത്തിന്റെ ദൈവം ആരാണ്? ഈ ഒരു വിഷയം മാത്രം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
സി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസിലേക്ക് നാം വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇത് കേരളവും മലയാളി ക്രിസ്ത്യാനികളും സത്യം മനസ്സിലാക്കുവാൻ ഉള്ള ഒരു മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അന്ന് ജനം സത്യം മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോൾ പല കാര്യങ്ങളിലും വീഴ്ച സംഭവിക്കും. പല പ്രസ്ഥാനങ്ങളും താലായിട്ട് അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാര്യം സത്യം വെളിച്ചത്തിൽ വന്നു കഴിയുമ്പോൾ പല പ്രസ്ഥാനങ്ങളും പൂട്ടിക്കെട്ടേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ യാതൊരു എക്സ്ക്യൂസും പറഞ്ഞ് ഇത് വിട്ടിട്ട് പോകാതെ ഈ വിഷയം അവസാനം വരെ, അതായത് ഈ വിഷയത്തിലെ കതിരും പതിരും തിരിയുന്നത് വരെ ആത്മീക ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കുകയും ഇതിന് മറുപടി പറയുകയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദിത്തമുള്ള, ആത്മഭാരമുള്ള ബ്രദറൻ വിശ്വാസത്തിലെ ഉപദേഷ്ടാക്കന്മാര്, ബ്രദർ ES തോമസ്, ബ്രദർ PM എബ്രഹാം, രണ്ടുപേരും ഈ വിഷയത്തിന്റെ സത്യം എന്താണെന്ന് ജനത്തിന് മനസ്സിലാകുന്നത് വരെ തിരുവചന വെളിച്ചത്തിൽ ഈ വിഷയത്തെ കൂടുതൽ നമ്മൾ ചിന്തിക്കുവാനും ഡിസ്കസ് ചെയ്യുവാനും പ്രതിജ്ഞാബദ്ധരായി നിൽക്കും എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും പെട്ടെന്ന് ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്ന ഉപദേശം എന്താണെന്ന് ഒട്ടുമുക്കാലും പേർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. ശരിയാ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഒരു വിഷയം ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക, അല്ലെങ്കിൽ കുമ്പിടുക, സ്തോത്രകാഴ്ച കൊടുക്കുക, കുരിശു വരയ്ക്കുക, തിരിച്ചു പോവുക എന്നുള്ളതിലുപരി എന്താണ് തിരുവചനമെന്ന് രണ്ട് ചോദ്യം കടന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉത്തരമില്ല. അതുകൊണ്ട് എന്താണ് ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്ന സുവിശേഷം എന്ന് പെട്ടെന്ന് അടുത്ത ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ എപ്പോഴും അവരുടെ ഉള്ളിൽ അവർക്ക് മനസ്സിലാകാതെ എപ്പോഴും മറ്റേ സൈഡിലോട്ട് ഒരു ബയാസ്ഡ് ആയിട്ട് അവർ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിന്റെ പിന്നാലെ ഈ ലോകത്തിന്റെ ശക്തികളൊക്കെ, ഈ ലോകത്തിലെ പണ്ഡിതന്മാരും ഇവിടുത്തെ ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ജനത്തെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സത്യം എന്താണെന്ന് ജനം ഒന്ന് മനസ്സിലാക്കുവാൻ ഞാൻ അടുത്ത ഒരു 10-15 മിനിറ്റ് നമ്മൾ പറയുന്ന സുവിശേഷം അതിന്റെ ഒരു രത്ന ചുരുക്കം എന്താണെന്നൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നാം എന്തുകൊണ്ടാണ് മരിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, നാം എല്ലാവരും മരിക്കും. പാപത്തിന്റെ ശമ്പളമായിട്ട് മരണം കടന്നു വന്നു, നാം എല്ലാവരും മരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ നാം ചെയ്യുന്ന പാപം കാരണമാണോ നമ്മൾ മരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപം കാരണമാണോ ഞാൻ മരിക്കുന്നത്? ഇന്ന് ഒരു 2 വയസ്സുള്ള കുട്ടി മരിക്കുന്നത് അവൻ ചെയ്ത പാപം കാരണമാണോ? അല്ലേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദം ചെയ്ത പാപം കാരണമാണ്. ആ ആദാമ്യ ജന്മ പാപം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. ആ ആദാമിന്റെ ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത്. ആ വംശ പാരമ്പര്യത്തിലാണ് നാം ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദാം പാപം ചെയ്തത് കാരണം പാപത്തിന്റെ ശമ്പളമായി മരണം കടന്നു വരുവാനായിട്ടിടയായി. ആ മരണം സകല മാനവരാശിയിലും അത് അടക്കി വാണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം പാപം ചെയ്താലും ഇല്ലെങ്കിലും പാപത്തിന്റെ ശമ്പളമായിട്ട് നാം മരിക്കേണ്ടതായിട്ട് വരും. ഇന്ന് 2 വയസ്സുള്ള ഒരു കുട്ടി മരിക്കുന്നത് അവൻ ചെയ്ത പാപം കൊണ്ടല്ല, മറിച്ച് ആദാമ്യ പാപം അവനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ ബ്ലഡ് ആണ് പാരമ്പര്യമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ആ DNA ആണ് നമ്മുടെ ബ്ലഡിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ആദാമ്യ പാപത്തിന്റെ ഫലമായിട്ട് ഞാൻ നിങ്ങൾ മരിക്കേണ്ടതായിട്ട് വരികയാണ്. ഇവിടെ മരണം എന്ന് പറയുന്നത് ആത്മാവും പ്രാണനും ഈ ശരീരത്തെ വിട്ട് വേർപെടുന്നത് ഒരു മരണമാണ്. എന്നാൽ ഇവിടെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വേർപാട് മാത്രമല്ല, മറിച്ച് നമ്മുടെ നിത്യ മരണത്തെയാണ് കാണിക്കുന്നത്. അതായത് 2ാം മരണം എന്ന് പറയും. നാം നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്ന ഒരു മരണമാണ്. അതായത് ആദാമ്യ പാപം നമ്മിൽ നിലനിൽക്കുന്നത് കാരണം ആ പാപത്തിന്റെ ശമ്പളമായിട്ട് മരണം കടന്നു വന്നിരിക്കുക. ഈ മരണത്തിൽ നിന്ന് നമ്മളെ ഒന്നിനും വിടുവിക്കുവാൻ കഴിയത്തില്ല. നാം ഈ ലോകത്തിൽ നിന്നും ഈ ശരീരത്തെ വേർപെട്ട് ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടും. അതിനുശേഷം ഒരു നിത്യ മരണം, ഒരു 2ാം മരണത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ യാതനാ സ്ഥലം, ടോർമെന്റ് പ്ലേസിലേക്ക് നമ്മുടെ പ്രാണനും ആത്മാവും പോവുകയും അതിനുശേഷം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനത്തിലെ ന്യായവിധി, അതിനുശേഷം എന്നേക്കുമായിട്ട് നമ്മളെ നിത്യ നരകാഗ്നി, എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് തള്ളുകയും ചെയ്യും. അത് ചില കാലത്തേക്കല്ല, അത് നിത്യ നരകാഗ്നിയിലേക്ക്, അതിനെയാണ് നിത്യ മരണം എന്ന് പറയുന്നത്. നാം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു.
ആദാമ്യ പാപം നമ്മിൽ നിലനിൽക്കുക. ആ പാപം നമ്മൾ ഉള്ളത് കാരണം നമ്മൾ മരിക്കുകയും രണ്ടാം മരണത്തിലൂടെ നാം നിത്യ നരകാഗ്നിയിലേക്ക് പോവുകയും ചെയ്യും. ഇതായിരുന്നു നമ്മുടെ ഡെസ്റ്റിനി, ഇതായിരുന്നു നമുക്ക് വേണ്ടി വിധിച്ചിരുന്നത്. ഇതിൽ നിന്ന് ഒരു മാറ്റവും നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. നമ്മൾ എന്തിന് ഈ ലോകത്തിൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും? ഈ ലോകത്തിലുള്ള ഒരു സംഗതിക്കും ആ നിത്യ മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ടോ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ടോ കഴിയത്തില്ല. അത് ഒരു സംഗതിക്കും കഴിയത്തില്ല. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ആകാശത്തിനാകട്ടെ, ഭൂമിക്കാകട്ടെ, സ്വർഗത്തിനാകട്ടെ, സ്വർഗീയ ദൂതന്മാർക്കാകട്ടെ, ഒരു ശക്തിക്കും നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. മാമോദീസയ്ക്കോ കുംഭസാരത്തിനോ കുർബാനയ്ക്കോ കുമ്മിയടിക്കോ ഒരു സംഗതിക്കും നിങ്ങളെ ഇതിനകത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു യാഗത്തിനാകട്ടെ, പുരോഹിതനാകട്ടെ, സമ്പ്രദായങ്ങൾക്കാകട്ടെ, ന്യായപ്രമാണത്തിനാകട്ടെ, ഐ റിയലി മീൻ ഇറ്റ്, ഒരു സംഗതിക്കും ഈ ലോകത്തിലെ നിങ്ങളെ ഈ മരണത്തിൽ നിന്നും ഈ പാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനായിട്ട് കഴിയത്തില്ല. ആ ആദാമ്യ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നിത്യ മരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതായത് മനുഷ്യൻ ചെയ്ത ആ പാപത്തിന് പരിഹാരമായിട്ട് ആ പാപമില്ലാത്ത പരിശുദ്ധനായ വേറെ ഒരു മനുഷ്യൻ ഇവിടെ വരണം. അങ്ങനെ ഒരാൾ ഉലകത്തിൽ ജനിക്കത്തില്ല, ഒരാൾ ഉലകത്തിൽ വേറെ ഇല്ല. അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ദൈവം മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിക്കണം. പരിശുദ്ധനായ ദൈവം ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ആ രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കണം. രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ആ ജീവന്റെ മറുവിലയായിട്ട് വേറൊരു പരിശുദ്ധ രക്തം അതിന് മറുവിലയായിട്ട് കൊടുക്കണം. അതിന് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ഈ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ആ ദൈവം ഒരു മറുവില യാഗമായി തീരണം. ആ പരിശുദ്ധനായ ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്ന് ഈ പാപത്തിന് ഒരു പരിഹാരം വരുത്തണം. തന്റെ പരിശുദ്ധ രക്തം അതിന് മറുവിലയായി കൊടുക്കണം. താൻ ഒരു മറുവില യാഗമായി തീരണം. ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് അതിന് പകരമായിട്ട് നടക്കണം. അതല്ലാതെ ഒരു മനുഷ്യനോ ഒരു പ്രവർത്തിക്കോ ഉലകത്തിലുള്ള ഒരു സംഗതിക്കും നിങ്ങളെ ഈ ആദാമ്യ പാപത്തിൽ നിന്നും നിങ്ങളെ ഈ നിത്യ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഐ മീൻ ഇറ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഉലകത്തിലുള്ള ഒരു സംഗതികൾക്കും നിങ്ങളുടെ നിത്യ മരണത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങൾ ആദാമ്യ പാപത്തിന് അടിമയായിരുന്നു, അല്ലെങ്കിൽ ജന്മന നിങ്ങൾ പാപിയായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു. നിങ്ങളെ ലോകത്തിൽ നിങ്ങളുടെ ആ നിത്യ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ആ പരിശുദ്ധ രക്തം ഇതിന് മറുവിലയായിട്ട് കൊടുക്കണം. ഒരു റാൻസം പേയ്മെന്റ് ഇതിനായിട്ട് നടത്തണം. ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് ഇതിന് പകരമായിട്ട് നടക്കണം. അതിനായിട്ടാണ് കർത്താവ് മനുഷ്യനായിട്ട് ലോകത്തിൽ അവതരിക്കുന്നത്. ലോകത്തിൽ അവതരിക്കുമ്പോൾ ഇതൊരു അബദ്ധം പറ്റിയതല്ല. എൻഡ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവമാണ്. സർവജ്ഞാനിയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ ഇതൊക്കെ വരുമെന്നും ഇതിങ്ങനെയാണ് വരുന്നതെന്നും ദൈവത്തിന് നന്നായി അറിയാം. ദൈവം ഇതൊന്നും ആഗ്രഹിച്ച് ഇങ്ങനെ ചെയ്യിക്കുന്നതല്ല, ബട്ട് ഇതിങ്ങനെയാണ് വരുന്നതെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഉലകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ ഈ പാപ പരിഹാര യാഗമായി ഈ ലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ യാഗമായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു പുത്രനായ ദൈവത്തെ ഇതിനു വേണ്ടി വേർതിരിക്കുകയും ഈ കാര്യം മുന്നമേ പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു. കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിക്കുന്ന ഈ രക്ഷണ്യ പ്രവൃത്തി ദൈവം സ്വർഗത്തിനോ ലോകത്തിൽ വേറെ ആർക്കുമോ വെളിപ്പെടുത്താതെ ദൈവം ഇതൊരു പരമ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് മിസ്റ്ററി റെവലേഷൻ എന്ന് പറയുന്നത്. എൻഡ് ടു എൻഡ് അറിയാവുന്ന ദൈവം ഈ കാര്യങ്ങൾക്ക് അതിൻ്റെ അതാത് സമയങ്ങളിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാമായിരുന്ന ദൈവം ഈ ഒരു വിഷയം വളരെ പരമ രഹസ്യമായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഈ വീണ്ടെടുക്കുന്ന ഈ ഒരു പദ്ധതി 2 ദ്വിമാന രക്ഷാ പദ്ധതികളായി ദൈവം ക്രമീകരിച്ചിരുന്നു. ഇതിനെയാണ് ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത്. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ശരിക്കും ആകാശമല്ല, അത് സ്വർഗവും ഭൂമിയുമാണ്. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഇത് രണ്ട് പദ്ധതികളാണ്. ഇത് ടു ഫോൾഡ് പർപ്പസ് ആണ്, ദ്വിമാന രക്ഷാ പദ്ധതികളാണ്.
അതിലെ ഒരു പദ്ധതി രഹസ്യമായി ദൈവം സൂക്ഷിച്ചിരുന്നു. അതിനെയാണ് മിസ്റ്ററി ആയിരിക്കുന്ന ഒരു പ്രോഗ്രാം. മറ്റേത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്കത് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇതിനെയാണ് പ്രോഫറ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്ത പദ്ധതി എന്ന് പറയുന്നത്. ഈ രണ്ട് പദ്ധതികൾ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ ദൈവം ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ പ്ലാൻ ചെയ്തിരുന്നതാണെങ്കിലും ഒരു പദ്ധതി മാത്രമേ ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. മറ്റേ മിസ്റ്ററി പ്രോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ ക്രൂസിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുന്ന, മാനവരാശിയെ രക്ഷിക്കുന്ന ആ ഒരു പദ്ധതി ദൈവം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ലായിരിക്കും. വരും ദിവസങ്ങളിലെ ഈ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയും ദൈവത്തെ വീണ് മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്കിടയാവുകയും ചെയ്യും. അങ്ങനെ കാലത്തികവികൾ വാഗ്ദത്തം പോലെ സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചു, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറിയിൽ യാഗമായി, പ്രായച്ചിത്ത ബലിയായി. ആ മറുവില യാഗത്തിലൂടെ ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ടിടയായി. ചില വാക്യങ്ങൾ ഞാനൊന്ന് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കുവാൻ അല്പം പ്രയാസമുണ്ടായേക്കാം. റോമാലേഖനം ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. അതിന്റെ 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അധികം വിസ്തരിക്കാൻ സമയമില്ല, വാക്യങ്ങൾ മാത്രം വായിക്കാം. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇവിടെ പറയുന്നത് ആദാമിന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അടുത്ത വാക്യം, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഈ വിഷയമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വരും ദിനങ്ങളിലെ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങളിലും ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ച്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 21-ാം വാക്യം, മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിനാൽ മരണം വന്നതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പുനരുദ്ധാനവും ഉണ്ടാകുവാനായിട്ടിടയായി. 22-ാമത്തെ വാക്യം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇതൊരു അടിപ്പട സത്യവും ഇതൊരു ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റൽ ബേസിക്സുമാണ്. ഇവിടെ കാൽവറി ക്രൂശിലൂടെ ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ നീതീകരണം എന്ന ഒരു പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ദാനമായി തന്നിരിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവ് ലോകത്തിൽ വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിക്കുവാൻ വേണ്ടിയിട്ട്, ഈ കാൽവറിയിൽ ആ പരമയാഗം ആയി തീരുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അതിൽ ആഴമായി വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയാണ്. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിലെ ആഴമായ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതിൽ വേറെ ഒരു കാര്യങ്ങളും നിങ്ങളുടേതായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. കർത്താവ് പരിപൂർണമായിട്ട് ആ കാൽവറി യാഗത്തിലൂടെ, ആ തങ്ക നീണം, ആ മരക്കുരിശിലൂടെ ഒഴുകിയിരിക്കുന്ന പരിശുദ്ധ രക്തം മറുവിലയായി കൊടുത്ത് എന്നെയും നിങ്ങളെയും കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. അതിലൂടെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ദൈവം സാധിച്ചിരിക്കുക. ആ വീണ്ടെടുപ്പ് എബ്രായ ലേഖനത്തിൽ പറയുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. അവിടെ പറയുക, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുകിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നമുക്കായി സാധിപ്പിച്ചിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു ആട്ടുകൊറ്റന്റെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല, തന്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചിരിക്കുക. ആ പരിശുദ്ധ രക്തം നമുക്ക് മറുവിലയായി കൊടുത്തിരിക്കുക. ഈ വിഷയം അനേക ദൈവവചനത്തിൽ കൂടി, തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുക. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം
പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവർക്കും, അതിൽ യവനനൊന്നുമില്ല, യഹൂദനൊന്നുമില്ല, യാതൊരു ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, എങ്ങനെ? അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇത് ആർക്കും രക്ഷിക്കപ്പെടാവുന്ന നിലയിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ പറയാണ്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ, എന്തിനാണ്? അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് പാപങ്ങളുടെ മോചനം അവന്റെ രക്തത്താൽ ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ നോക്കിയേ, ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. നോക്കിയേ, ഇവിടെ ത്രൂ ഹിസ് ബ്ലഡ്, കർത്താവിന്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനം, ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. ഇവിടെ മലയാളം ബൈബിളിൽ അതിക്രമങ്ങളുടെ മോചനം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല ഒരു പക്ഷെങ്കിൽ. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ, ത്രൂ ഹിസ് ബ്ലഡ് ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കർത്താവിന്റെ കാൽവറിയിലെ രക്തത്താൽ അല്ലാതെ വേറെ ഒരു സംഗതിയാലും നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. ഇതായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ദൈവത്തോട് സമീപസ്ഥരായി തീർന്നിരിക്കുക. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും. ഇതാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് പ്രസിദ്ധമാക്കുന്ന സുവിശേഷം. നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാം, ഇത് 2000 വർഷങ്ങൾക്ക് ശേഷം, കർത്താവ് കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിറവേറ്റിയതിന് ശേഷമല്ലേ ഈ കാര്യം ആപ്ലിക്കബിൾ ആയത്? അതിന് മുൻപ് 14,000 വർഷം ഉണ്ടല്ലോ. അതായത് ആദം മുതൽ നോഹ വരെ 1000 വർഷമാണ്. നോഹ മുതൽ അബ്രഹാം വരെ ഏകദേശം 1000 വർഷമാണ്. അബ്രഹാം മുതൽ മോശ വരെ 400 ചില്ലുവാനം വർഷം. മോശ മുതൽ കർത്താവായ യേശു ക്രിസ്തു വരെ 1000 വർഷമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുന്നത് മുതൽ ആദം വരെയുള്ള 4000 വർഷം. അവരെ എങ്ങനെയാണ് വീണ്ടെടുത്തുകൊണ്ടിരുന്നത്? അവരെന്തിലാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഏദൻ തോട്ടം മുതൽ ഇനി വരാനിരിക്കുന്ന വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ട്, അതായത് വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയുണ്ട്. അത് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഏദൻ തോട്ടം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള സകല മാനവരാശിയുടെയും പാപം മോചിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലൂടെ. ഇതല്ലാതെ ഉലകത്തിൽ വേറെ ഒരു സംഗതിക്കും നിങ്ങളുടെ ഒരു പാപവും മോചിക്കാൻ കഴിയത്തില്ല. ഒരു മാനസാന്തരത്തിന്, ഒരു സ്നാനത്തിന്, ഒരു കുംഭസാരത്തിന്, ഒരു കുർബാനയ്ക്ക് അത് കഴിയത്തില്ല. കാൽവറിയിലെ രക്തത്താൽ അല്ലാതെ നിങ്ങളുടെ പാപം വേറെ ഒന്നിനാലും മോചിക്കുവാൻ കഴിയത്തില്ല. ഇതൊരു അടിപ്പട സത്യമാണ്. അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 1-2 വാക്യം ഒന്ന് കാണിച്ച് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, പഴയ നിയമകാലത്തിലെ ആടിനെയും കാളക്കൊറ്റിനെയും ഒക്കെ യാഗം കഴിച്ചിരുന്നല്ലോ, അതിലല്ലേ അവരുടെ പാപം മോചിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുക, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് കാളകളെയും ആടുകളെയും യാഗം കഴിച്ചിട്ടുണ്ട്. അതിന്റെ രക്തമായി യാഗം കഴിക്കുന്ന പീഠത്തിൽ ഒഴുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒന്നും രക്തത്തിന് ഒരു പാപവും ഒരു നാളും കഴിയത്തില്ല. ഇതിനെ മോചിക്കുവാൻ കഴിയത്തില്ല. ഒരാടിന്റെ ഒരു കാളയുടെ രക്തത്തിന് നിങ്ങളുടെ പാപം നിങ്ങളെ മോചിക്കുവാൻ കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് കാണിക്കാം. അവിടെ പറയുകയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതായിരുന്നു പഴയ നിയമത്തിന്റെ ക്രമം. അവിടെ ഈ പുരോഹിതന്മാർക്കോ ഈ യാഗത്തിനോ ഒരു നാളും ഒരു പാപവും ഒരിക്കലും മോചിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ആ അധ്യായം പറഞ്ഞു തുടങ്ങുന്നതേ അങ്ങനെ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് ഒരു കാലത്തും സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാൾ കഴിവുള്ളതല്ല. ഇതെല്ലാം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. ഇതെല്ലാം ദീസ് ഓൾ ഹാവിങ് എ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്സ്. ഇതെല്ലാം വരുവാനുള്ള നന്മകളുടെ നിഴലായിട്ട് വന്നിരുന്ന കാര്യങ്ങൾ. ഇതൊന്നും നിങ്ങളുടെ പാപങ്ങളോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളോ ഒന്നും അത് മോചിച്ചിരുന്നില്ല. എല്ലാ മനുഷ്യരുടെയും പാപം മോചിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലാണ്. അത് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ
വളരെ സരസമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. അവിടെ പറയുന്നത് കണ്ടില്ലയോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് കർത്താവിനെ കാൽവറി ക്രൂശിൽ ഉലകത്തിലെ സകല മനുഷ്യർക്കും കാണുന്നത് പോലെ മിഡിൽ ഈസ്റ്റിൽ ആ കാൽവറിയിൽ ആ 3 കുരിശിന്റെ മധ്യത്തിൽ ഉലകം മുഴുവനും കാണുന്ന രീതിയിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് കർത്താവ് ക്രൂശിതനായിരിക്കുക. ആ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. അടുത്ത വാക്യം പറയുന്നത് കണ്ടില്ലയോ, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ ഇതിന് മുൻപുണ്ടായിരുന്ന പാപങ്ങളെ, അതായത് ആദം മുതൽ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുന്ന നാൾ വരെയുള്ള പാപങ്ങളെ മോചിക്കുവാൻ കർത്താവിന്റെ ഈ കാൽവറി യാഗത്തിലൂടെയാണ് അത് മോചിക്കപ്പെടുന്നത്. അത് കർത്താവിന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ഈ ആടുകളെയും കാളക്കൊറ്റന്മാരെയും ഒക്കെ അറക്കുമ്പോഴും അതിന്റെ രക്തം ചീന്തുമ്പോഴും കർത്താവ് ഈ കാൽവറിയിൽ നിവർത്തിക്കാൻ പോകുന്ന ഈ കാൽവറി യാഗത്തിന്റെ ബേസിസിലാണ് അവരുടെ പാപങ്ങളെ മോചിച്ചു കൊടുത്തിരുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. പിതാവായ ദൈവം പുത്രൻ കാൽവറിയിൽ നിവർത്തിക്കുന്ന ഈ രക്ഷണ പ്രവൃത്തിയുടെ ബേസിസിലാണ് പഴയ നിയമം മുതല് ആദം മുതല് വെള്ള സിംഹാസനം വരെയുള്ള സകല മാനവരാശിയുടെയും പാപം മോചിക്കപ്പെടുന്നത്. ഈ വാക്യമൊക്കെ ശരിക്കും അല്പസമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഞാനെന്നാൽ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ റോമാലേഖന പഠനത്തിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടത് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, സമയക്കുറവ് കാരണം ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, ഉലക സ്ഥാപിച്ച നാൾ മുതൽ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അതെങ്ങനെയാണ് ഉലക സ്ഥാപനത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടത്? 2000 വർഷമല്ല ആയുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്, ഉലകം സൃഷ്ടിക്കുന്നതിന് മുൻപേ ആ കുഞ്ഞാട് അറുക്കപ്പെടാനായിട്ട് പിതാ പുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം, ത്രിയേക ദൈവം ആ സ്വർഗത്തിൽ അവരെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അതിനുവേണ്ടി മാറ്റപ്പെടുക. അത് 4000 വർഷം കഴിഞ്ഞ് കർത്താവ് ക്രൂശിതനാകുന്നതിന്റെ കൺഫർമേഷനാണ്. ഹല്ലേലൂയ. ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയാൻ കാര്യം, ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതിന് തുല്യമാണ്. അതിന്റെ ബേസിസിലാണ് അന്ന് മുതൽ സകല മാനവരാശിയുടെയും പാപം മോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഒരു മാർഗവും നമ്മളെ നിത്യ മരണത്തിൽ നിന്ന്, ആ നിത്യ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയത്തില്ല. ഇതുകൊണ്ടാണ് ഗത്സമനെ തോട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ കർത്താവ് മരിക്കാൻ വന്നതും ഗത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് കരയുന്നത് നമ്മൾ കാണുവാനായിട്ട് കഴിയും. പിതാവിനോട് ചോദിക്കുന്നു, പിതാവേ, ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ ഒഴിഞ്ഞു പോകുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ഇത്ര വലിയൊരു പാപം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തുക. പിറ്റേ ദിവസത്തെ അടിയോ പിറ്റേ ദിവസത്തെ ക്രൂശീകരണോ ഒന്നും ഭയന്നിട്ടല്ല കർത്താവ് ഗത്സമനയിൽ വെച്ച് പിതാവിനോട് ചോദിക്കുന്നത്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ, നീങ്ങി പോകണമെന്ന് ചോദിക്കുന്നത്. കർത്താവ് സാഷ്ടാംഗം മൂക്ക് നിലത്ത് മുട്ടുന്നത് പോലെ സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കുക, പിതാവിനോട് അപേക്ഷിക്കുക. ഇസ് ദർ എനി ചാൻസ്, എനി ഓപ്ഷൻ ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ മാറിപ്പോകുവാൻ? കാര്യം ഈ ഉലകത്തിന്റെ മുഴുവനും പാപം കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തുവാനായിട്ട് പോവുക. അങ്ങനെ കർത്താവ് പരമയാഗമായി തീരുവാൻ പോവുക. ആ ക്രൂശിലെ കഷ്ടമല്ല, മറിച്ച് ഈ ലോകത്തിന്റെ മുഴുവനും പാപം. ഇന്ന് ഈ ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. ഈ സകല മനുഷ്യരുടെയും പാപം, ഓരോ മനുഷ്യരും ഓരോ ദിവസവും ചെയ്യുന്ന പാപങ്ങളുടെ അളവ് നിങ്ങൾക്കറിയാം. നാം ഓരോരുത്തരും ചെയ്യുന്ന പാപങ്ങളുടെ അളവ് നമുക്കറിയാം. അത് എണ്ണി എണ്ണി കർത്താവിന്റെ മേൽ ചുമത്തുകയാണ്. ഈ ഉലകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുക. അതുകൊണ്ടാണ് അതിന്റെ തലേ ദിവസം ഗത്സമനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, ഈസ് ദർ എനി അതർ ഓപ്ഷൻ? ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിതാവ് മുഖം മറയ്ക്കുക. പിതാവ് അതിന് മറുപടി കൊടുക്കുന്നില്ല. 3 പ്രാവശ്യം വീണ് കിടന്ന് പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി ഇല്ല. കാര്യം വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ കാൽവറിയിൽ ഈ കുഞ്ഞാട് അറുക്കപ്പെടണം. ഈ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് കാൽവറിയിൽ നടക്കണം. എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിതാവ് മുഖം മറച്ചു കളഞ്ഞു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അതിന് ആൻസർ ഇല്ലാത്തതിനാൽ കർത്താവ് തന്നെത്താൻ സമർപ്പിച്ച് ആ ഗത്സമനയിൽ നിന്ന് വെളിയിൽ വരികയും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കാൽവറിയിൽ സകല ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കഷ്ടം അനുഭവിക്കുക, ദൈവ കോപാഗ്നിയിൽ വെന്തുരുകുക. ഞാനത് വളരെ വളരെ ഫാസ്റ്റായിട്ട് അങ്ങ് പറഞ്ഞ് പോവുക, നിങ്ങൾക്ക് മനസ്സിലാകുവാൻ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാൽവറി ക്രൂശിൽ കർത്താവ് രാവിലെ 9-ാം മണി നേരം കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടതാണ്. എന്നാൽ 12-ാം മണി നേരം, അതിനുശേഷം 12 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ, ഈവനിങ് 3 മണി വരെ, 6-ാം മണി മുതൽ 9-ാം മണി വരെ. യഹൂദന്റെ 3-ാം മണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ 9 മണിയാണ്. അവരുടെ 6-ാം മണി നമ്മുടെ 12 മണിയാണ്. അവരുടെ 9-ാം മണി നമ്മുടെ വൈകിട്ടത്തെ 3 മണിയാണ്. ഈ സൂര്യൻ 6-ാം മണി നേരം സൂര്യൻ ഇരുണ്ടുപോയി, 3 മണി നേരം കുറ്റിരുട്ട്, കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കുറ്റിരുട്ട്. ആ കർത്താവ് ക്രൂശിൽ 9 മണിക്ക് ക്രൂശിൽ തറച്ചു. 12 മണി വരെ ആ കഷ്ടം അനുഭവിച്ചു. 12 മണിക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോയി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ക്രൂശിൽ കർത്താവ് വെറുതെ റിലാക്സ് ചെയ്യുന്ന മാതിരി ആയിരിക്കുകയല്ല. ആ സമയത്ത് പിതാവായ ദൈവം ഈ ലോകത്തിന്റെ പാപം ഓരോന്നായി തന്റെ മേൽ ചുമത്തുകയാണ്. ആ ദൈവ കോപാഗ്നിയിൽ താൻ വെന്തുരുകിയ, സ്വർഗം നിശ്ചലമായിരിക്കുക, സ്വർഗത്തിലെ ഗായക സംഘം നിശ്ചലമായിരിക്കുക. ദ ഡാർലിംഗ് ഓഫ് ഹെവൻ ക്രൂസിഫൈഡ്. എൻ്റെ നിങ്ങളുടെയും പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുക. ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്തിൽ കൂടി കർത്താവ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. ഇതാ ക്രിസ്തീയ സുവിശേഷം. ഇതിൽ കൂടെ നാം വീണ്ടെടുക്കപ്പെടുന്നത്. അവനിൽ പാപമുണ്ടായിട്ടില്ല, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ഒരു വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. പാപം അറിയാത്തവനെ, കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപത്തിൽ ഉരുവായിട്ടില്ല, അവൻ പരിശുദ്ധ ആത്മാവിനാൽ ഉരുവായ പരിശുദ്ധ ദൈവമാണ്. പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആര്? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിന്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. നമ്മുടെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് നമുക്ക് പകരം പരിശുദ്ധനായ ദൈവം കാൽവറിയിൽ നമുക്ക് പകരമായി മറുവില യാഗമായിരിക്കുക. ആ മറുവില യാഗത്തിലെ വിശ്വാസത്താൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്ന പദ്ധതിയാണ് ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആ കാൽവറിയിൽ കർത്താവ് കഷ്ടം അനുഭവിച്ച് നമുക്ക് പകരമായി മരിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും പ്രകാരം മരിക്കുമ്പോൾ, അതിന് മുൻപായിട്ട് പറയുക, ടെസ്റ്റലസ്റ്റായി, എല്ലാം നിവൃത്തിയായി, സകലതും നിവൃത്തിയായി. മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുതലേ സ്വർഗത്തിൽ മർമ്മമായി മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതി അവിടെ നിവൃത്തിയാകിയ. കൊലോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യം. അവിടെ പറയുക, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. എന്തുകൊണ്ടാ? നിങ്ങളുടെ ഏത് പുണ്യപ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടെ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്. അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇതാ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ പിതാവായ ദൈവം ഈ ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു. ഇതിനെയാണ് നിരപ്പിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്ത്യാനിയുടെ രക്ഷാ പദ്ധതി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നതും. അവിടെ പറയാ, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ 3 ആണികളിന്മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യാഗമായിരിക്കുക. ലോകം, അതായത് എൻ്റെ നിങ്ങളുടെയും പാപം കണക്കിടാതെ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വചനം ലോകത്തെ അറിയിക്കുവാൻ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സായി, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം ഇത് അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. എന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഇന്ന് അറിയത്തില്ല. ക്രിസ്ത്യാനി ഹോൾ ആൻഡ് സോൾ കംപ്ലീറ്റ് യഹൂദിയ രക്ഷാ പദ്ധതിയിൽ മുങ്ങിപ്പോയിരിക്കുക.
കംപ്ലീറ്റ് വഴി തിരിച്ചു വിട്ടിരിക്കുക. കാൽവറി ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിയാതെ പോയിരിക്കുക. ക്രൂശിലൂടെ തന്റെ ദേഹമെന്ന് തിരശീല ചീന്തി താൻ തുറന്ന രക്ഷാ പദ്ധതി എന്താണെന്ന് ദൈവം അത് രഹസ്യമായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരുന്നു. അതിന്റെ സമയമായി കഴിഞ്ഞപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി. ദൈവം ഇത് ഉൽപ്പത്തി പുസ്തകത്തിലോ വെളിപ്പാടിലോ അല്ലെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിലോ അല്ലെങ്കിൽ കർത്താവ് ലോകത്തിൽ വന്നപ്പോഴോ 4 സുവിശേഷങ്ങളോ ഒന്നും ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ദിസ് വാസ് കംപ്ലീറ്റ്ലി എ മിസ്റ്ററി ഹിഡൻ ഗോഡ്. സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ആ മറച്ചു വെക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെതിരായി നിൽക്കുന്ന ഒരു വലിയ ശക്തി ഈ ലോകത്തിലും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയായിട്ടുണ്ട്. അവരിത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ക്രൂശ് നിവൃത്തിയാകാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല, തിരുവചനം നമ്മളോട് പറയുക. തിരുവചനം പറയുന്നത് കണ്ടില്ലയോ? കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം 2-ാമത്തെ 8-ാം വാക്യത്തിൽ പറയുക, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം രഹസ്യമായി സൂക്ഷിച്ചിരുന്നത്. അവരാരും തന്നെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. സാത്താൻ അറിയത്തില്ല കർത്താവ് എന്തിനാണ് ലോകത്തിൽ വന്നിരിക്കുന്നതെന്ന്. അതിലൂടെ തുറക്കാൻ പോകുന്ന രക്ഷണീയ പദ്ധതി, കാൽവറി ക്രൂശിലൂടെ കർത്താവ് നിവർത്തിക്കാൻ പോകുന്ന വീണ്ടെടുപ്പ് പദ്ധതി എന്താണെന്ന് സാത്താൻ അറിയത്തില്ല. ഹാഡ് ദേ നോൺ ഇറ്റ്, ഇവിടെ പറഞ്ഞിട്ടില്ലയോ, ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. സാത്താൻ കർത്താവിനെ ക്രൂശിക്കുവാൻ കാണിച്ച ഉത്സാഹം അതിന് നേരെ എതിരായിരുന്നേനെ അവൻ ആ ക്രൂശ് അനുവദിക്കത്തില്ലായിരുന്നു. ആ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണീയ പദ്ധതിയിലാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അത് വെളിപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുക. അതെന്താണെന്ന് അതിന് മുൻപ് വരെ ഒരു മനുഷ്യനും അറിയത്തില്ല. അത് വെളിപ്പെടുത്താനായി കർത്താവ് മരണ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗത്തിൽ നിന്നും ഒരു അപ്പോസ്തലനെ അപ്പോയിന്റ് ചെയ്യുക. ഞാൻ പോയ ശേഷം വീണ്ടും തിരിച്ചു വരും, ഞാൻ ഒലിവ് മലയിൽ മടങ്ങി വരും, പോയതുപോലെ മടങ്ങി വരും എന്ന് പറഞ്ഞു പോയ കർത്താവ് ആ പ്രോഗ്രാം ഇന്ററപ്റ്റ് ചെയ്യുകയും അതിനുശേഷം ദമസ്കോസിലേക്ക് ഇറങ്ങി വരികയും പൗലോസിനെ വിളിക്കുകയും പൗലോസിൽ കൂടി ഒരു ദൈവിക പദ്ധതി ദൈവം ആരംഭിക്കുകയുമാണ്. ഇത് വരുന്ന ദിവസങ്ങളിലെ നമ്മുടെ വീഡിയോകളിൽ കൂടി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് ഞങ്ങൾ പറയുന്ന സുവിശേഷം എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് വേണ്ടി ജീവൻ കളഞ്ഞു നിൽക്കുന്നത്, നമ്മെ വീണ്ടെടുത്ത കർത്താവ് കാൽവറിയിലൂടെ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന രക്ഷണീയ പദ്ധതിയെ പ്രസിദ്ധമാക്കുക എന്നൊരു സുവിശേഷമാണ് ഞങ്ങൾ ഈ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ ലോകത്തെ അറിയിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഇന്ന് ലോകം നമുക്കെതിരായിട്ട് തിരിയുന്നത്. നിങ്ങൾ നമുക്കെതിരായിട്ട് തിരിയുമ്പോൾ മറക്കല്ല, തോമസ് ജോർജിനെതിരായിട്ടോ ഗേറ്റ് മിനിസ്ട്രിക്ക് എതിരായിട്ടോ അല്ല, നിങ്ങൾ കർത്താവിന്റെ ക്രൂസിനെതിരായിട്ടാണ് തിരിയുന്നത് എന്നൊരു സത്യം നിങ്ങൾ വിസ്മരിക്കരുത്. നിങ്ങൾ അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തിരുവചനത്തെ ശ്രദ്ധിച്ച് കേൾക്കുവാനും, സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇതൊന്നും ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളല്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഏത്? ക്രിസ്തീയ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തീയ രക്ഷാ പദ്ധതി, ക്രിസ്തീയ മാർഗം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. AD 56-57 കാലഘട്ടങ്ങളിൽ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ പോൾ പറയുകയാണ്, ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് ഇത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദിസ് ഈസ് എ മിസ്റ്ററി റെവലേഷൻ. ഇത് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇതാണ് റോമാ ലേഖനം മുതൽ ഫിലമോൻ ഉള്ള ലേഖനം വരെയുള്ള 13 ലേഖനങ്ങളിൽ കൂടി ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണീയ പദ്ധതിയും ആ ക്രൂശിന്റെ മഹത്വവുമായി എഴുതിയിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനെ ഒന്നും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. അതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പദ്ധതികൾ എഴുതിയിരിക്കുന്ന ബുക്കുകൾ തന്നെയാണ്. പക്ഷെ അതിലൊന്നും ക്രൂശ് എന്താണെന്നോ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷണീയ പദ്ധതി എന്താണെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. തോളിൽ തലചായ്ച്ച് ജീവൻ വെടിയുന്ന കർത്താവ് ആണ് നമുക്ക് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കാണുന്നത്. എന്തിന് ക്രൂശിൽ മരിച്ചു? ആ ക്രൂശിലൂടെ വെളിപ്പെട്ട സ്വർഗീയ മർമ്മം എന്തായിരുന്നു? ആ ക്രൂശിന്റെ മഹത്വം എന്താണ്? ഇത് വെളിപ്പെടുന്നത് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ താൻ എഴുതിയിരിക്കുന്ന 13 ലേഖനത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് അതിനെ സഭാലേഖനങ്ങളെന്നും ഇടയലേഖനങ്ങളെന്നും തിരുവചനത്തിൽ അതിനെ ആ ഒരു നിലയിൽ നാമകരണം ചെയ്ത് വേർതിരിച്ചിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ പദ്ധതി. ഇത് വെളിപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. വേറെ ഒരു ഇൻട്രസ്റ്റും വേറെ ഒരു അജണ്ടയും ഞങ്ങൾക്കില്ല. ഇവാഞ്ചലിസ്റ്റ് PM എബ്രഹാമിനോ ഇവാഞ്ചലിസ്റ്റ് ES തോമസിനോ ഒക്കെ എതിരായിട്ട് തിരിയാനും അവർക്കെതിരെ സംസാരിച്ച് ജയിക്കാനും ഒന്നുള്ളൊരു പ്രാഗൽഭ്യമോ അറിവോ കഴിവോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ
കർത്താവ് ഞങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനായിരിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സത്യ സുവിശേഷം ലോകത്തിന് വെളിപ്പെടുത്തുക എന്നൊരു വിലയേറിയ ദൗത്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. കർത്താവ് അതിനായിട്ട് ഞങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ ശ്രദ്ധിക്കുവാനും അതിൻ പ്രകാരം ഈ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. ഈ വിഷയങ്ങൾ കേട്ടതിന് ശേഷം ബഹുമാന്യനായ ES തോമസ് അവറുകൾക്കും PM എബ്രഹാം അവറുകൾക്കും ഇതിന് മറുപടി പറയാം. എന്നാൽ അടുത്ത് വരുന്ന ഒരു 5 വീഡിയോകൾ കൂടി നിങ്ങൾ കണ്ടതിന് ശേഷം, അതുവരെ നിങ്ങൾ ഒരു സഹിഷ്ണുത കാണിക്കണം. അതുകൊണ്ടൊന്ന് കണ്ടതിന് ശേഷം ഇതിന് പ്രോപ്പറായിട്ടൊരു മറുപടി പറയണം. എന്നെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഗേറ്റ് മിനിസ്ട്രിയെ ആക്ഷേപിച്ചതുകൊണ്ടോ നിങ്ങൾക്കൊന്നും ലഭിക്കത്തില്ല. ഈ വിഷയത്തിന് മറുപടി പറയണം. ആത്മീക ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന വീഡിയോകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മാറാനാഥ ഗ്രേസ്.